ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞങ്ങള് കാശ് തന്നെയല്ലേ തരുന്നേ, എന്നിട്ട് ഇതുവരെ എന്റെ വേദന മാറ്റാൻ ഡോക്ടർക്ക് പറ്റിയോ? അയ്യോ, നിങ്ങൾക്ക് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാവാഞ്ഞിട്ടാ. ദേ. നിങ്ങളുടെ ഉള്ളിൽ പോയ വിഷം എത്ര മാരകമാണെന്ന് നിങ്ങൾക്ക് അറിയോ? ഇതാരാ നിങ്ങൾക്ക് വാങ്ങി തന്നെ? എന്താ നവി? ഇങ്ങനെ ആയിരുന്നില്ലല്ലോ തന്റെ പതിവ്. ഞാൻ ഓഫീസിലേക്ക് പോകുമ്പോ കാറ് വരെ കൂടെ വരും, കൈ വീശി യാത്രയാക്കും. അങ്ങനെയൊക്കെ ആയിരുന്നില്ലേ? എനിക്ക് ഇങ്ങനെ ചോദിക്കുന്ന അറിയായിരുന്നു, അതിനു വേണ്ടി തന്നെ ഞാൻ ഇങ്ങനെ ഇരുന്നേ. ഓ ആണോ? പിന്നെ എന്തെങ്കിലും ആവശ്യമില്ലെങ്കിൽ എന്നെ വിളിക്കണം. വാട്ട്? ആവശ്യമില്ലെങ്കിലോ? ആവശ്യമുണ്ടെങ്കിലല്ലേ വിളിക്കേണ്ടത്? അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. എന്നെ വിളിക്കാൻ വേണ്ടി ഒരു ആവശ്യത്തിന് അങ്ങനെ കാത്തു നിൽക്കരുത്, വിളിച്ചോണം. മനസ്സിലായോ? എന്നിട്ട് മനസ്സിലെ പേടിയൊക്കെ മാറ്റി ഒരു മിടുക്കി കുട്ടിയായിട്ട് ഇവിടെ നിൽക്കണം ഞാൻ തിരിച്ചു വരുമ്പോ. ഓക്കേ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ആചാരങ്ങളൊക്കെ ഇത്രയും പോരെ, അതോ കൂടുതൽ എന്തെങ്കിലും? കൂടുതലൊക്കെ ഞാൻ വൈകിട്ട് വന്ന് വാങ്ങിച്ചോളാം. അവൾ ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങള് നവീനെ പഠിപ്പിച്ചു വെച്ചിരിക്കാം. അത് മാറ്റിയേ പറ്റൂ. സ്ത്രീകളെന്താ പുരുഷന്റെ അടിമയാണ് അല്ലെന്ന് ഞാൻ നവീനെ ബോധ്യപ്പെടുത്തി കൊടുക്കും. നവീൻ എന്റേതല്ലേ, അപ്പൊ നവീൻ എങ്ങനെ പെരുമാറണമെന്ന് ഞാനല്ലേ ഡിസൈൻ ചെയ്യുന്നത്. മോളെ, കുറച്ചു മുമ്പേ ഡോക്ടറെ കണ്ടപ്പോഴും അമ്മയുടെ കാര്യത്തിൽ ഒരു പ്രതീക്ഷയില്ലെന്നാ പറഞ്ഞത്. എന്ത് ചെയ്യാനാ, സ്വയം മരണം പിടിച്ചു വാങ്ങിയതുപോലുള്ള അവസ്ഥയായി അവളുടെ കാര്യം. അമ്മയ്ക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാ നിന്റെ കാര്യത്തിലായിരിക്കും വിഷമം. മോൾക്ക് അച്ഛൻ നല്ല ഒരു പയ്യനെ കണ്ടുപിടിച്ചാലെന്ന് ആലോചിക്കുക. വേണ്ട, എന്ത് സംഭവിച്ചാലും എനിക്ക് നവീന്റെ ഭാര്യയായി ജീവിച്ചേ പറ്റൂ. അമ്മ ഈ അവസ്ഥയിലായത് നിന്റെ ആ ആഗ്രഹം നടത്തി തരാൻ വേണ്ടിയല്ലേ. ഇനി അതിനു വേണ്ടി ശ്രമിച്ച് നീയും കൂടി ഇല്ലാതാവണം. വേണ്ട പോലെ എല്ലാം മറന്നേക്ക്. നിന്നെ നല്ല ഒരാളെ പിടിച്ച് ഏൽപ്പിച്ചിട്ട് അച്ഛന് ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അല്ല, അച്ഛനെന്താ വിദേശത്തോ മറ്റോ പോകുന്നുണ്ടോ, അതോ അങ്ങനെ എന്തെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? അതൊന്നുമല്ല. നിന്നെ വിവാഹം കഴിച്ച് അയച്ചാലും നിന്റെ കാര്യങ്ങൾ നോക്കാൻ ഒരാള് വേണ്ടേ? വിവാഹം കഴിഞ്ഞാൽ നീ ഗർഭിണിയാവും, പ്രസവിക്കാൻ വരും. അപ്പോഴൊക്കെ നിന്നെ പരിചരിക്കാൻ ഒരാള് വേണ്ടേ? അതിന് പറ്റിയ ഒരാളെ അച്ഛൻ അച്ഛന്റെ ജീവിതത്തിലേക്ക് കൂട്ടും. അതായത് അച്ഛനൊരു കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച്. അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? അതും ഇങ്ങനൊരു സിറ്റുവേഷനില്. അച്ഛൻ ഇത്രേ അമ്മയെ സ്നേഹിക്കുന്നുള്ളൂ? അല്ല, അമ്മയുടെ മുമ്പിൽ നിന്ന് അച്ഛൻ കരയുന്നതൊക്കെ ഞാൻ കണ്ടതല്ലേ. കരഞ്ഞതൊക്കെ സത്യമാണ്. പക്ഷെ അമ്മയില്ലാത്തതിനെ കുറിച്ച് ഓർക്കുമ്പോ വേദനയുടെ ആണെങ്കിലും എനിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുത്തേ പറ്റൂ മോളെ. വേണ്ടച്ചാ, അമ്മ ഇങ്ങനെ കിടക്കുമ്പോ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് പോലും തെറ്റാണ്. നമ്മുടെ വീടിന്റെ ഉമ്മറത്ത് നിൽക്കുന്ന ഒരു പ്ലാവിന്റെ കൊമ്പൊടിഞ്ഞു വീണാൽ നമ്മൾ എന്ത് ചെയ്യും? അവനെ അങ്ങ് മുറിച്ചു മാറ്റും. പ്ലാവ് പിന്നെയും വളരും. അങ്ങനെ തന്നെയാ ഈ കുടുംബങ്ങളുടെ അവസ്ഥ. ഒരാള് വീണു പോകാൻ അധികം സമയമൊന്നും വേണ്ട മോളെ. പക്ഷെ ബാക്കിയുള്ളവർക്ക് ജീവിക്കണ്ടേ? അങ്ങനെ എത്രയോ കുടുംബങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്നാലും ഒന്നും നീ ഇങ്ങോട്ട് പറയണ്ട. അച്ഛനെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. എക്സ്ക്യൂസ് മീ, അതെ, നിങ്ങളുടെ പേഷ്യന്റിന് ബോധം വീണിട്ടുണ്ട്. ബോധം വന്ന
സിസ്റ്ററെ വെറുതെ കള്ളം പറയല്ലേ. കള്ളം പറയുന്ന എന്തിനാ? ഡോക്ടർ നിങ്ങളെ വെയിറ്റ് ചെയ്യാം, അകത്തേക്ക് വരൂ. അയ്യോ എന്നെ എടുക്കുന്നേ. അയ്യോ അയ്യോ പറയുന്ന എടുത്തിട്ട് വയ്യേ. അയ്യോ അയ്യോ. അച്ഛാ വാ. മോളെ എന്താ? അതെ, നമ്മൾ തമ്മിൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ ഇവിടെ വച്ച് മോളെ തലേന്നങ്ങ് മാച്ച് കളഞ്ഞേക്കണം. ഉം, അവിടെ ചെന്ന് അമ്മയോടൊന്നും പറയാൻ നിക്കല്ലേ. ഉം, ഞാൻ പറയുന്നില്ല. വാ. ആ, ഉം. അയ്യോ അയ്യോ അമ്മേ, നിർമ്മല എങ്ങനെയുണ്ട് അമ്മേ? അയ്യോ അയ്യോ, നല്ല വേദനയുണ്ടോ അമ്മേ? അയ്യോ അയ്യോ കളരിക്കൽ ആരെങ്കിലും അറിഞ്ഞോ? ഞങ്ങൾ ആരെയും ഒന്നും അറിയിച്ചിട്ടില്ല ഇതുവരെ. ഈ ഹോസ്പിറ്റലിലെ കുറച്ച് ദൂരെയാ, അതുകൊണ്ട് ആരും ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പൊ എങ്ങനെയുണ്ട് അമ്മ? അയ്യോ അയ്യോ നശിച്ച വേദന സഹിക്കാൻ പറ്റുന്നില്ല. വയറിനകത്ത് എന്തോ തീ കത്തുന്ന പോലെ, അതുപോലത്തെ വേദന. അമ്മ, അയ്യോ ഡോക്ടർ എവിടെ? നിർമ്മലേ, നിനക്ക് വേറെ എന്തെങ്കിലും അസുഖമുണ്ടോ? അയ്യോ ഡോക്ടറെ വിളിക്കാൻ എന്റെ ഉദയട്ട ഒന്ന്. ഡോക്ടറെ വിളിക്കാൻ. ഡോക്ടറെ വിളിക്കൂ. ശരി, ഇപ്പൊ വിളിക്കും. അയ്യോ അമ്മ കരയല്ലേ? എനിക്ക് പറ്റുന്നില്ല, ഭയങ്കര പേന. ഞങ്ങൾ ശരിക്കും പേടിച്ചു പോയമ്മ. അമ്മ ഒരിക്കലും തിരിച്ചു വരില്ലെന്നൊക്കെയാ ഡോക്ടറും നഴ്സും ഒക്കെ. അവരൊക്കെ അങ്ങനെയൊക്കെ പറയും. എടി എന്നാൽ എന്റെ കാലിലേക്ക് തന്നെ കുത്തിക്കേറ്റാൻ നിനക്ക് എങ്ങനെയാണ് തോന്നിയത്? ഓ അത് പിന്നെ അമ്മ എനിക്ക് അറിഞ്ഞൂടായിരുന്നല്ലോ. അമ്മയ്ക്കൊന്നും പറയായിരുന്നില്ലേ? അയ്യോ അത്രയും ആൾക്കാരുടെ മുന്നിൽ നിൽക്കുമ്പോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ മനുഷ്യന്? ഓ നിർമ്മലേ, ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള പരിപാടികളൊന്നും നമുക്ക് വേണ്ട. നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടൂലൊന്നും. എന്താ എന്താ അയ്യോ എന്തു പറ്റി നിർമ്മലെ? ഇപ്പൊ എങ്ങനെയുണ്ട്? അയ്യോ എന്റെ ഡോക്ടറെ, വയറിനകത്ത് വല്ലാത്ത വേദന എനിക്ക്. അയ്യോ അത് സ്വാഭാവിക. അയ്യോ ഇത്രയും കടുത്ത ഡോസ് വിഷം ഉള്ളിൽ ചെന്നിട്ടും നിർമ്മല രക്ഷപ്പെട്ടത് ഭാഗ്യം. ഇനി വേണം ഇന്റേണൽ ഓർഗൻസിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ. സൈഡ് എഫക്ട്സിന് സാധ്യത കൂടുതലാ. അയ്യോ അയ്യോ എന്റെ പൊന്നു ഡോക്ടറെ, സത്യം പറയാലോ ഇവിടുത്തെ ചികിത്സയൊന്നും എനിക്ക് പിടിക്കുന്നില്ല. ഞങ്ങള് കാശ് തന്നെയല്ലേ തരുന്നേ, എന്നിട്ട് ഇതുവരെ എന്റെ വേദന മാറ്റാൻ ഡോക്ടർക്ക് പറ്റിയോ? അയ്യോ നിങ്ങൾക്ക് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാവാഞ്ഞിട്ടാ. ദേ. നിങ്ങളുടെ ഉള്ളിൽ പോയ വിഷം എത്ര മാരകമാണെന്ന് നിങ്ങൾക്കറിയോ? ഇതാരാ നിങ്ങൾക്ക് വാങ്ങി തന്നെ? അയ്യോ, എന്തിനാ നിങ്ങൾ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ച്? എനിക്ക് സൗകര്യം ഉണ്ടായിട്ട്. അയ്യോ അയ്യോ ചികിത്സിക്കാൻ കൊണ്ടുവന്ന ഡോക്ടർ ചികിത്സിച്ചാ മതി, അല്ലാതെ വലിയ ചോദ്യം ചെയ്യലൊന്നും വേണ്ട. ആത്മഹത്യാ ശ്രമത്തിന് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യേണ്ടതാ. കൃഷ്ണ